എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ചങ്കുകളും വന്നേ, നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കാമല്ലോ. ഇന്നില്ലേ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞു. അപ്പം എന്തായാലും ബിരിയാണി ആകുമ്പം വേഗം പണിയും ആവും. എന്താ കൊടുക്കുമ്പോൾ നമുക്കൊരു മറ്റുള്ള ഫുഡ് കൊടുക്കുന്നതിനേക്കാളും ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ. അപ്പം ബിരിയാണി ഉണ്ടാക്കാത്ത 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുണ്ടല്ലോ, ജീരകശാല അരി തന്നെ വാങ്ങണം കേട്ടോ നിങ്ങൾ. നമ്മൾ തലശ്ശേരി ബിരിയാണിക്കാണ് ജീരകശാല അരി. ആ ജീരകശാല അരി തന്നെ അതിൻ്റെ കറക്റ്റ് സ്മെല്ലെല്ലാം നോക്കിയിട്ട് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ ബിരിയാണി കൊള്ളാണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലാണ് ഞാൻ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ എല്ലാവർക്കും കുക്കറിൽ ഉണ്ടാക്കിയാൽ ശരിയാവണമെന്നില്ല. കൂടുതൽ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ബിരിയാണിക്ക് അരി സൂപ്പറായിട്ട് വെന്താൽ മാത്രമേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ ഞാൻ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പശു നെയ്യും നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓയിൽ എടുക്കാറ്. എന്താ പറഞ്ഞാൽ നമ്മൾ പശു നെയ്യിൽ മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിരിയാണി റൈസ് ഇങ്ങനെ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് പശു നെയ്യ് മാത്രമാകുമ്പം ഇഷ്ടമല്ല. മൂത്ത മോക്ക് തീരെ ഇഷ്ടമല്ല പശു നെയ്യ്, ഇഷ്ടമല്ല പാലിഷ്ടമല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്, ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്കായ, ഇത് 3 കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു സവാള കുഞ്ഞായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നില്ലേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അരി കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ആ ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് സമയത്തെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഫ്ലോപ്പായി പോവാറുണ്ട്. വേവ് കറക്റ്റ് ആവാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചെല്ലാം വെക്കുമ്പോൾ, ഇപ്പോൾ 1 കിലോ എല്ലാം വെക്കുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ ഒരു 3 കിലോ 4 കിലോ 5 കിലോ എല്ലാം വെക്കുമ്പോൾ ഒന്നുകിൽ വേവ് കുറവായിരിക്കും, അല്ലെങ്കിൽ വേവ് കൂടുതലായി പോകും. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ ബാലപാടെല്ലാം പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കും. ഒരു 15-20 പേർക്കൊക്കെ ഉണ്ടാക്കാം ധൈര്യത്തിൽ. അപ്പോൾ ഇത് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിനുള്ള സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ കിടന്നത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം? നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കും പിന്നെ വരുന്ന ഗസ്റ്റിനും അവർക്ക് രാത്രിക്കും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് 5 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 2-3 ഗ്ലാസ് അരിയേ എടുക്കാറുള്ളൂ നമ്മൾ മാത്രമാണെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അരി കഴുകിയിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ബിരിയാണിയിൽ മെയിനായിട്ട് വേണ്ട സാധനമാണ് പുതിനയില, മല്ലിയിലേക്കാളും പ്രധാനമാണ് പുതിനയില. അത് എന്തായാലും നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബിരിയാണീൻ്റെതായ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ബിരിയാണീൻ്റെ അരി കഴുകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ബിരിയാണീൻ്റെ അരി ഒരു പ്രാവശ്യം മാത്രമേ കഴുകാൻ പാടുള്ളൂ. അതിൻ്റെ സ്മെല്ലല്ലെങ്കിൽ പോകുന്നതെന്ന് പറയുന്നത്. ഞാൻ ഈ വെള്ളം തിളക്കുന്നതിനിടക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. ചിക്കൻ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും ഞാൻ കഴുകുക. എനിക്ക് ചിക്കനിൽ ഈ ചോര കളർ ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ ടെൻഷനാണ്. ഒന്നത് പിന്നെ ഞാൻ ഒരിക്കൽ ചിക്കൻ വാങ്ങാൻ പോയിട്ടാകുമ്പോഴേ ആ ചിക്കനെ കൊല്ലുന്ന കണ്ടിട്ട് അതിന് ശേഷം എനിക്ക് ചിക്കൻ കഴിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റൈസ് കഴിക്കും. ചിക്കൻ കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ. അന്ന് ആ കോഴീനെ മുന്നിൽ തന്നെ കൊല്ലുന്ന കണ്ടിട്ട് അതിന് ശേഷം ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഓർമ്മയില്ലാണ്ട് തിന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ഉപ്പ് കൂടാനോ കുറയാനോ പാടില്ല, അറിയാലോ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നിനും കൊള്ളൂല. കുറഞ്ഞാലാണെങ്കിൽ ഒട്ടും ടേസ്റ്റും കിട്ടില്ല. നമ്മൾ ഉപ്പ് പാകത്തിനായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും ആർക്കും കുക്കിംഗ് ഒന്നും അറിയില്ല അല്ലേ. എല്ലാവരും ആദ്യമായിട്ട് ആണ് ചെയ്ത് ആദ്യം ഇങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും കറക്റ്റ് കിട്ടണമെന്നില്ല. പഠിച്ച് ആദ്യമൊന്നും എനിക്ക് ദോശയൊന്നും ചുടാൻ അറിയില്ലേ. അന്നേരം ഞാനിപ്പോൾ അമ്മയെല്ലാം ചുടുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് അപ്പോൾ ഇത്ര റൗണ്ടിൽ വരുന്നത് അങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ സൂപ്പറായിട്ട് എല്ലാവരെക്കാളും സൂപ്പറായിട്ട് ഞാൻ ദോശ ചുടും.
എന്താ ഇനി നമുക്ക് മസാലക്കുള്ള ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 സവാള എടുത്തിട്ടുണ്ട്. സവാളേൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. സവാളയിൽ ഒരു കറുത്ത പൊടി പോലെ ഉണ്ടാവും, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ മുകളിൽ 2 ലെയർ തൊലി അങ്ങ് കളയും. അതിന് എത്ര സവാള ഇല്ലെങ്കിലും എനിക്ക് ഞാൻ മുകളിലത്തെ 2 തൊലി ഞാൻ കളഞ്ഞ് സവാള നല്ല കുട്ടപ്പനായിട്ട് കിട്ടണം, എന്നാലേ എനിക്കൊരു സുഖമുള്ളൂ ഉണ്ടാക്കാൻ. അപ്പോൾ സവാള 4 എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട് 4. ഞാൻ ബിരിയാണിക്ക് അത്യാവശ്യം നല്ലോണം തക്കാളി ഇടും കേട്ടോ, ബിരിയാണി മസാലക്ക്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇടാറുണ്ട്. അപ്പം പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ചെടുക്കണം. ബിരിയാണീൻ്റെ മെയിൻ മസാലയിലൊന്നാണ് ഈ ഒരു സംഭവം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കുന്നത്. ഞാനില്ലേ വെളുത്തുള്ളി ബിരിയാണിക്കെല്ലാം ചതക്കുമ്പം തൊലി കളയാണ്ടാണ് ചതക്കുക. ബിരിയാണിക്ക് ചതക്കുമ്പോൾ അതേ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ഒന്നും തൊലി കളയില്ല. തൊലി കളയാണ്ട് അതിൻ്റെ മുകളിലത്തെ തൊലി ലെയറെല്ലാം കളയും. മുകളിലത്തെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയെടുക്കും. കഴുകിയിട്ട് ഇതാക്കും. അതിനിടക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാല എല്ലാം ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിപ്പുറം മസാല റെഡിയാക്കാം കേട്ടോ. മസാല ഇതാ തക്കാളി, ഉള്ളി എല്ലാം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഇച്ചിരിയേ ചേർക്കൂ കേട്ടോ. ഇതിന് നമ്മൾ ബിരിയാണി മസാല കുറച്ച് കൂടുതൽ ചേർക്കുക. എന്നിട്ടത് പാക്കറ്റ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനില്ലേ തൈര് കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. തൈര് ഞാൻ സാധാരണ ഇത് പൊരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യില്ലേ, ആ സമയത്ത് അതിലേക്ക് ഇത് ചേർക്കലാണ്. അപ്പോൾ ഇത് നമ്മളെ ബിരിയാണി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. സൂപ്പറല്ലേ ബിരിയാണി? അതിൽ നമ്മൾ ലാസ്റ്റ് സവാളയും മറ്റേ കാഷ്യൂ എല്ലാം ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇങ്ങനെ വിട്ട് കിട്ടണം. കണ്ടോ, ഇതാണ് ശരിക്കും ബിരിയാണി റൈസിൻ്റെ പാകം. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കോള് ഫുഡ് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കോള് കഴിച്ചിട്ട് തീർന്നിന്. സൂപ്പർ ടേസ്റ്റ് ആയിന് എന്നെല്ലാം പറയുന്നുണ്ട് അതിനിടക്ക്. കിച്ചുവിനോട് ചോദിച്ചാലും കിച്ചുവും പറഞ്ഞ് അടിപൊളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബായ്.